നമസ്കാരം. ഒമാൻ എന്ന പേർഷ്യൻ ഗൾഫ് രാജ്യത്തെ തകൃതിയായ നയതന്ത്ര നീക്കം നടക്കുന്നു. അത് ഇറാനും അമേരിക്കയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് ശ്രദ്ധാകേന്ദ്രം ഖത്തറായിരുന്നു. ദോഹയിൽ വെച്ച് പല കുതന്ത്രങ്ങൾ പിടിച്ച അല്ലെങ്കിൽ ദുർഘടമായ പല നയതന്ത്ര നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് അല്ലെങ്കിൽ മധ്യസ്ഥത വഹിച്ചിരുന്നത് മധ്യപൗരസ്യ പ്രദേശത്തെ മറ്റൊരു പേർഷ്യൻ ഗൾഫ് രാജ്യമായ ഖത്തറായിരുന്നു. ഇപ്പോൾ അത് ഒമാനിലേക്ക് മാറിയിരിക്കുന്നു. ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, മധ്യസ്ഥത എന്ന് കൃത്യമായി പറയാനാവുമോ എന്നറിയില്ല, സാന്നിധ്യത്തിൽ അമേരിക്കയുടെ പ്രതിനിധികളും ഇറാൻ്റെ പ്രതിനിധികളും നെഗോഷിയേറ്റിംഗ് ടേബിളിൽ ഒരുമിച്ച് വന്നിരിക്കുന്നു. ചർച്ചാ വിഷയം ഇറാൻ്റെ ആണവ പദ്ധതിയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപേ ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖൊമേനിക്ക് ഒരു കത്തെഴുതിയിരുന്നു. നമ്മൾ തമ്മിൽ ചരിത്രപരമായ ഒരുപാട് വൈജാത്യങ്ങളുണ്ട്, പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട്, പ്രസ്താവന സാഹിത്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ന്യൂക്ലിയർ പ്രോഗ്രാം നിർത്തിവെച്ചാൽ നിങ്ങൾക്കെതിരെയുള്ള ഉപരോധം ഞങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളാം. പണ്ട് 2015 ഒബാമയുടെ കാലത്ത്, ട്രംപിൻ്റെ മുൻഗാമി ഒബാമയുടെ കാലത്ത് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ആണവ കരാർ ഒപ്പിട്ടു. അതിനർത്ഥം എന്താണ്? ഇറാൻ അതിൻ്റെ ആണവ സമ്പുഷ്ടീകരണ പരിപാടി നിർത്തിവെക്കുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ, അതായത് IAEA ഇൻസ്പെക്ഷൻ അനുവദിക്കുന്നു. അതിന് പകരമായി അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും, ജർമ്മനിയും ബ്രിട്ടനും അതോടൊപ്പം തന്നെ റഷ്യയും ചൈനയും എല്ലാം ചേർന്ന് ഇറാൻ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഇറാനെതിരെ ഉപരോധം ഉണ്ടാവില്ല. പക്ഷേ ആ നാളുകൾ അൽപായസായിരുന്നു. 2015 ഒപ്പിട്ട ആ കരാർ 2016 ട്രംപ് വന്നപ്പോൾ അതിനെതിരെ ശബ്ദം വെച്ച് തുടങ്ങി. പിന്നീട് 2018 ആയപ്പോൾ ആ കരാറിൽ നിന്നും അമേരിക്ക പിൻവാങ്ങി. ഇറാനെതിരെ അമേരിക്കൻ ഉപരോധം തുടർന്നു. ഇപ്പോഴും അത് തുടരുന്നു. അപ്പോൾ ഇറാൻ ചെറിയ പ്രതിസന്ധിയിലാണ്. കാരണം ഇറാനുള്ള ഏക ആസ്തി എന്ന് പറയുന്നത്, വിൽപ്പനയ്ക്കുള്ള കാര്യമെന്ന് പറയുന്നത് എണ്ണയും പ്രകൃതിവാതകവുമാണ്. അത് വിപണികളിൽ എത്തിക്കണമെങ്കിൽ ഉപരോധം കാരണം വലിയ ബുദ്ധിമുട്ടാണ്. ഒന്ന്, ട്രേഡ് എംബാർഗോ. രണ്ട്, പല രാജ്യങ്ങളെയും അമേരിക്ക വിരട്ടി നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് കർശനമായി പറഞ്ഞിരിക്കുകയാണ്, ഇറാൻ്റെ എണ്ണ വാങ്ങരുത്. അത് ധിക്കരിച്ചുകൊണ്ട് കുറച്ചു കാലമൊക്കെ ഇന്ത്യ എണ്ണ വാങ്ങി. റഷ്യയുടെ കാര്യത്തിലും അമേരിക്ക അതുപോലെ പറഞ്ഞു. പക്ഷേ ഇന്ത്യ പറഞ്ഞു, പണി നോക്കാൻ പറഞ്ഞു. റഷ്യയുടെ എണ്ണ ലാഭകരമായി ഇന്ത്യ ഇപ്പോഴും വാങ്ങുന്നു. അപ്പം ഇറാനെ പല രീതിയിൽ ഞെരുക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആണവ വിഷയത്തിൽ ഇപ്പോൾ 60% സമ്പുഷ്ടീകരണ കപ്പാസിറ്റി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഇറാൻ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങിയാൽ അത് ആ പ്രദേശത്തിൻ്റെ ആകെ സന്തുലിത അവസ്ഥയ്ക്ക് കോട്ടം വരുത്തും എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. അമേരിക്ക ആർക്ക് വേണ്ടി വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഇസ്രയേലിന് വേണ്ടി അമേരിക്ക ബാറ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി ഇറാനിൽ നിന്ന് നേരിടുന്ന ഇസ്രയേലാണ്. കാരണം ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരെയാണ് ഇറാൻ എപ്പോഴും നിലകൊള്ളുന്നത്. ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ എപ്പോഴും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് അനുകൂലമാണ് താൻ. അപ്പോൾ അമേരിക്ക, ഇസ്രയേൽ, അതായത് ടെലവീവ്, വാഷിങ്ടൺ അച്ചുതണ്ട്. അതിനെതിരെ ഇറാൻ ഒരു ആക്സിസ് ഓഫ് കോയലീഷൻ അല്ലെങ്കിൽ ഒരു അച്ചുതണ്ട്. അതാണ് ഇറാൻ എന്ന ഒറ്റ രാജ്യവും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സായ ഹൂതികൾ യമനിലെ, അതുപോലെ ഹിസ്ബുള്ള, ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, ഗാസയിലെ ഹമാസ്, ഇങ്ങനെയൊക്കെയുള്ള സംഘടനകളുമായി ഇറാൻ വലിയ തോതിലുള്ള ഇടപാടുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങളുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ റെസിസ്റ്റൻസ് തുടർന്നാൽ അമേരിക്ക ആത്യന്തികമായി ആഗ്രഹിക്കുന്ന മധ്യപൗരസ്യ പ്രദേശത്തെ അറബി രാജ്യങ്ങളുമായുള്ള ബിസിനസ്സിന് കോട്ടം തട്ടും. അമേരിക്കയുടെ ഏറ്റവും നല്ല സഖ്യരാജ്യമാണ് സൗദി അറേബ്യ എന്നോർക്കണം. അതുപോലെ ഈജിപ്തുമായി നല്ല ബന്ധമാണ്. മറ്റ് അറബി രാജ്യങ്ങളുമായി പൊതുവെ അമേരിക്കയ്ക്ക് നല്ല വ്യാപാര ബന്ധമുണ്ട്. ഇപ്പോൾ ഈ വ്യാപാര യുദ്ധം ഉൾപ്പെടെ കൊടുമ്പിരി കൊള്ളുമ്പോൾ അറബി രാജ്യങ്ങൾ ഒന്നാകെ ഈ വിഷയത്തിൽ എതിരെ തിരിയുന്നത്, ഇറാൻ അനുകൂലമായിട്ട് അവർ നിൽക്കുമെന്നതല്ല വിഷയം, മറിച്ച് ആ പ്രദേശം അസ്ഥിരമായി കഴിഞ്ഞാൽ അമേരിക്കയുടെ തന്നെ വ്യാപാര വാണിജ്യ താല്പര്യങ്ങളാണ് മധ്യപൂർവ്വ പ്രദേശത്ത് പൊലിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കണം എന്ന ഒരു ആഗ്രഹം ട്രംപിനുണ്ട്. ഖൊമേനിയെ സംബന്ധിച്ചിടത്തോളം
എത്ര കാലം എതിർത്ത് നിൽക്കാൻ പറ്റും? കുറച്ചൊക്കെ ഒരു സംയമനത്തിൻ്റെ പാതയിൽ പോകണമെന്ന ആഗ്രഹം അവിടെയും ഉണ്ടാകണം. അതുമാത്രമല്ല, ഇറാനുള്ളിൽ അസംതൃപ്തിയുണ്ട്. വലിയ തോതിൽ ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നു. അത് ശക്തമായി അടിച്ചമർത്തുമ്പോഴും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവിത ക്വാളിറ്റി ഇൻഡെക്സ് താഴോട്ട് പോയിരിക്കുകയാണ്. അത് മുകളിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ മിതവാദിയായ മസൂദ് പെസഷ്കിയാൻ ജനങ്ങൾ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അയത്തുള്ള അലി ഖൊമേനിയുടെ അനുഗ്രഹാശിസുകളോട് തന്നെയാണ് ഏത് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു അവസരം ഒരു ഹോക്കിഷ് നിലപാടെടുക്കുന്ന ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അല്ല അവിടെ ഉള്ളതെന്ന് അറിയണം. അപ്പം അതുകൊണ്ട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അരാക്ചി ഇപ്പോൾ ഒമാനിൽ വന്നിരിക്കുന്നു. ഒമാനിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ഒരു നല്ല പുരോഗതി ഉണ്ടായാൽ ഒരുപക്ഷെ ആണവ വിഷയത്തിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകാം. ആണവ വിഷയത്തിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായാൽ അതിനർത്ഥം ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉപരോധം മാറിക്കിട്ടും, ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥ പുരോഗമിക്കും, ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറയുമ്പോൾ ഇസ്രയേലിൻ്റെ സുരക്ഷയും അവിടെ വർദ്ധിക്കുകയാണ്. മറ്റ് അറബ് രാജ്യങ്ങളും സുരക്ഷാ ഭീഷണി നേരിടുന്നു. സൗദി അറേബ്യ ഉൾപ്പെടെ ഇറാനുമായി അത്ര നല്ല ബന്ധത്തിലല്ല. അതൊരു ഷിയ സുന്നി റൈവലറിയുടെ പഴയ കഥകളാണ്. അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ ഒരു ശാന്തത. അതുമാത്രമല്ല, ട്രംപിൻ്റെ ഒരു സമാധാന പ്രേമി എന്നാണല്ലോ ട്രംപ് പറയുന്നത്. ഞാൻ വന്നാൽ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കും. അപ്പോൾ ആ ട്രാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ ആ പ്രോമിസ് നിറവേറ്റണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊപ്പിയിൽ ഒരു തൂവലെങ്കിലും വേണം. ഗൾഫിലെ, അതായത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും എന്ന പ്രതീക്ഷയുണ്ടായിട്ടും വെടിനിർത്തലുണ്ടായി, അത് ലംഘിച്ച് വീണ്ടും അത് മുന്നേറുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും വെടിപൊട്ടുന്നു, അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇറാൻ്റെ വിഷയത്തിലെങ്കിലും ഒരു തീരുമാനമുണ്ടാക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല എങ്കിൽ ട്രംപ് എന്ന നെഗോഷിയേറ്ററുടെ, ഒരു സ്റ്റേറ്റ്സ്മെൻ്റെ ഒരു പരാജയമാവും അവിടെ കാണുക. അപ്പം ലോക വ്യാപാര യുദ്ധത്തിൽ ഇപ്പോൾ അമേരിക്ക ആദ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ നേട്ടമുണ്ടാക്കാൻ പറ്റുന്നില്ല. തിരിച്ചടികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനോടൊപ്പം ഇവിടെയും മധ്യപൗരസ്ത്യ പ്രദേശത്ത് ശാന്തത ഉണ്ടാക്കാനും അമേരിക്കയ്ക്ക് ഒന്നിനും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങളുടെ ഇടയിൽ അമേരിക്കയുടെ സ്റ്റേച്ചർ വളരെ കുറയുകയാണ്. അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ച ചെയ്താണെങ്കിലും ശരി, ഒരുപക്ഷെ അമേരിക്കയുടെ ഭാഗത്ത് ഇപ്പോൾ മറ്റെന്നത്തേക്കാൾ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു നിലപാടായിരിക്കും. കാരണം ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാരണം, ചൈനയുമായി വലിയ വ്യാപാര യുദ്ധത്തിലേക്ക് പോകുന്നു. ചൈനയുടെ അടുത്ത സുഹൃത്താണ് ഇറാൻ എന്ന് ഓർക്കണം. റഷ്യ, ചൈന, ഇറാൻ, ഇതൊരു വേണമെങ്കിൽ പറഞ്ഞൊരു അച്ചുതണ്ടാണ്, അമേരിക്കയ്ക്കെതിരെയുള്ള അച്ചുതണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. റഷ്യയുമായി, പുടിനുമായി ട്രംപിനുണ്ട് എന്ന് കരുതുന്ന ബന്ധം ഉപയോഗിച്ചൊന്നും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ഇറാനെ അമേരിക്കൻ പക്ഷത്തേക്കൊന്നും ഒരിക്കലും കൊണ്ടുവരാനാവില്ല. അത് വ്യാമോഹം മാത്രമാണ്. പക്ഷേ ഇറാനെ എങ്കിലും വെറുതെ വിടുന്നു, അല്ലെങ്കിൽ ഇറാനെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നില്ല എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുക. അതുവഴി ട്രംപിൻ്റെ വ്യാപാര താല്പര്യങ്ങൾ അവിടെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. മാത്രമല്ല, ഇറാൻ ഒരു എണ്ണ ഉൽപ്പാദന രാജ്യമാണ്. എണ്ണയെ അമേരിക്ക ഭയപ്പെടുന്നില്ല. കാരണം അമേരിക്ക എണ്ണ ഉൽപ്പാദക രാജ്യമാണ്, റഷ്യയും എണ്ണ ഉൽപ്പാദക രാജ്യമാണ്. ചൈന മാത്രമാണ് എണ്ണയെ പേടിക്കുന്ന രാജ്യം ചൈനയാണ്. ചൈനയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ ലഭിക്കും, ഇറാനിൽ നിന്ന് എണ്ണ ലഭിക്കും. അതുകൊണ്ട് അമേരിക്ക എത്ര ഉപരോധം നടത്തിയാലും ഇറാന് റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടു കൂടി ഇറാൻ്റെ ഉൽപ്പന്നങ്ങൾ വിപണികളിൽ എത്തിക്കാൻ കഴിയും. കാരണം ചൈന വലിയൊരു ക്യാപ്റ്റീവ് മാർക്കറ്റാണ്. റഷ്യയിലേക്ക് എണ്ണ വാങ്ങാൻ പറ്റില്ല, കാരണം റഷ്യക്ക് എണ്ണയുണ്ട്. അതുപോലെ മറ്റ് കാര്യങ്ങൾ ഇറാന് കയറ്റുമതി ചെയ്യാൻ കഴിയും. ഈന്തപ്പഴം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ ഒരു ഭാഗത്തു നിന്നെങ്കിലും ചെറിയ പ്രശ്നപരിഹാരം ഉണ്ടായില്ല എങ്കിൽ ട്രംപ് 4 ചുറ്റും ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട ഒരു അഭിമന്യുവിനെ പോലെ ട്രംപ് നിൽക്കുമ്പോൾ അത് ഭേദിച്ച് വെളിയിലോട്ട് പോകാൻ ഒരു ചെറിയ അവസരം എന്ന നിലയിലാണ് ഒരുപക്ഷെ ഈ റൗണ്ട് ഓഫ് നെഗോസിയേഷൻസിനെ കാണുന്നത്. അതിലൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകും എന്ന് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുമ്പോഴും ചരിത്രപരമായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രം പരിഗണിക്കുമ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം എത്താനുള്ള സാധ്യതയും വിദൂരമാണ്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം.